ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ പ്രളയം തകർത്ത കൂട്ടിക്കലിന് അതിജീവനത്തിന്റെ വഴിയൊരുക്കി തന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി, ധനതത്വ ശാസ്ത്രജ്ഞൻ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ധനമന്ത്രിമാരിൽ ഒരാളായിരുന്ന ഡോക്ടർ തോമസ് ഐസക് കൂട്ടിക്കലിന്റെ വികസന വഴികളിൽ മുണ്ടക്കയം, ഇളങ്കാട്, വാഗമൺ റോഡ് ഉൾപ്പെടെയുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് കയ്യൊപ്പ് ചേർത്ത് തന്ന കൂട്ടിക്കലിന്റെ ജനതയ്ക്ക് എന്നും ചേർത്ത് നിർത്തിയ പ്രിയങ്കരനായ കേരളത്തിന്റെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ നിരവധിയായ ആളുകൾ രാഷ്ട്രീയ ഭേദമന്യേ കൂട്ടിക്കലിന്റെ മണ്ണിൽ ഉജ്ജ്വലമായ സ്വീകരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിൽ ആര് ജയിക്കുമെന്ന് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ ഉള്ളത്. നേരത്തെ ചില മാധ്യമങ്ങൾ സർവേകളൊക്കെ ഇറക്കിയിരുന്നു. അവിടെ കടുത്ത മത്സരമാണ് തോമസ് ഐസക് ആന്റോ ആന്റണിക്ക് കാഴ്ചവെക്കുന്നത്. അല്ലെങ്കിൽ രണ്ട് മുന്നണികളും തമ്മിൽ കടുത്ത മത്സരം നടക്കുന്നു. മത്സരം പ്രധാനമായും LDF UDF തമ്മിൽ തന്നെയാണ് എന്ന രൂപത്തിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ കടുത്ത മത്സരമല്ല, കളം പിടിച്ച് ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും തോമസ് ഐസക് തന്നെയാണ് എന്ന് ഈ സ്വീകരണ കേന്ദ്രങ്ങളും ആ സ്വീകരണ കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന സ്വീകരണവും അവിടെ അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് കിട്ടുന്ന സ്വീകാര്യതയുമുണ്ട്. അതുമാത്രം നോക്കിയാൽ മതി. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല കേട്ടോ. ഇവിടുത്തെ MLA-മാരുമായിട്ട് ചേർന്ന് നിന്ന് ചെയ്യാൻ പോകുന്നത് 7 MLA-മാരും LDF-ൻ്റെതാണ്. അതാണ് ടീം പത്തനംതിട്ട. MP-യും 7 MLA-മാരും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യും. അതിനൊരവസരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പാർലമെന്റിൽ ചെന്നാലോ റബ്ബറിന് വേണ്ടി പോരാടും. റബ്ബറിന്റെ താങ്ങുവിലക്ക് മാത്രമല്ല കേട്ടോ, റബ്ബറിന്റെ വില ഇങ്ങനെ താത്തി നിർത്തുന്നത് ടയർ കമ്പനിയുടെ കള്ളക്കളിയാണ്. ഇപ്പൊ നോക്കൂ, 220 രൂപ വിദേശത്ത് വിലയില്ലേ? കേരളത്തിൽ 150 ഉള്ളൂ. എങ്ങനെയാ അവര് ചെയ്യണമെന്നറിയോ? 200 രൂപയുടെ റബ്ബർ വിദേശത്ത് മേടിക്കും. ഇവിടെ കൊണ്ടുവരുമ്പോ തീരുവയുണ്ട്, ഡ്യൂട്ടി ഉണ്ട്, 30 രൂപ അതും കൊടുക്കും. അങ്ങനെ 250 രൂപക്ക് നഷ്ടം സഹിച്ച് മേടിച്ചാണ് നമ്മുടെ റബ്ബർ വില 180 നിർത്തുന്നത്. അവർ ഒത്തുകളിക്കണേ. ഏതെങ്കിലും ഒരു ടയർ കമ്പനി പറയണ ഇല്ല ഞങ്ങൾ 150 ഇവിടെ മേടിക്കാൻ പോണെന്ന് പറഞ്ഞാൽ ഈ ലോബി പൊളിഞ്ഞു. അവർ ഒത്തുകളിക്കാണ്. ഇങ്ങനെ ഒത്തുകളിക്കെതിരെ ഒരു കമ്മീഷനുണ്ട്, കോമ്പറ്റീഷൻ കമ്മീഷൻ. പണ്ട് കുത്തക വിരുദ്ധ കമ്മീഷൻ എന്നാ പറഞ്ഞിരുന്നേ. അവരിത് പരിശോധിച്ചിട്ട് പറഞ്ഞു, ടയർ കമ്പനികൾ ഒത്തുകളിച്ച് റബ്ബർ കൃഷിക്കാരെ പറ്റിക്കുകയാണ്. അതുകൊണ്ട് 1800 കോടി രൂപ പിഴയിട്ടുന്ന്. 1-2 കോടിയല്ല, 1800 കോടി രൂപ. 1800 കോടി രൂപ എന്ന് പറഞ്ഞാൽ റബ്ബർ കൃഷിക്കാർക്ക് കേരള സർക്കാർ സബ്സിഡിയായി നൽകിയ തുകയുടെ അത്രയും. ഈ BJP സർക്കാർ അത് മേടിച്ച് കൃഷിക്കാർക്ക് നൽകിയോ? ഈ നാട്ടിലെ റബ്ബർ കൃഷിക്കാരുടെയും റബ്ബർ തൊഴിലാളികളെയും തോട്ടം തൊഴിലാളികൾക്കും കിട്ടേണ്ട പണം അത് മേടിക്കാൻ BJP അവര് കൊണ്ട് സ്റ്റേ മേടിച്ചു സുപ്രീം കോടതിയിൽ നിന്ന്. അത് നീക്കം ചെയ്യാനും ചെല്ലണ്ടേ സോളിസിറ്റർ ജനറലും മറ്റുമൊക്കെ. 1.5 വർഷമായി. അവിടെ പാർലമെന്റിലെ ഇതൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ കാര്യം മാറട്ടോ. റബ്ബറിന് താങ്ങാല് കാണുമെന്ന് എല്ലാവർക്കും പറയാം. ഈ ടയർ കമ്പനിയുടെ കള്ളക്കളി മുഴുവനും അത് തുറന്നു കാണിച്ച് വാദിക്കാനായിട്ട് ആളുണ്ടെങ്കിൽ ആ കോമ്പറ്റീഷൻ കമ്മീഷന് ചെന്നേ ഒന്ന് വർത്താനം പറയാൻ, കേസ് കൊടുക്കാൻ. അതിനൊക്കെ ആര്? ഞാൻ MP ആണെങ്കിൽ അത് ചെയ്യൂന്നാ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. തോട്ടമില്ലാത്തതുകൊണ്ട് തൊഴിലാളിയുടെ കാര്യം അധോഗതിയാണ്. കൂലി വിലക്കയറ്റം കൊണ്ട് കണക്കെടുമ്പോൾ തോട്ടം തൊഴിലാളികൾ കുറഞ്ഞുകൊണ്ടിരിക്കുക.
കൂടിക്കൊണ്ടിരിക്കുകയല്ല, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്ക് പരിഹാരം കാണണം. റബ്ബറിന്റെ പാക്കേജ് തോട്ടം തൊഴിലാളി ഉണ്ടാവണം. പിന്നെ ഒന്നുള്ളത് നമ്മുടെ നാടിന്റെ വികസനത്തിന് ഇനിയിപ്പോ പറ്റുമ്പോ ടൂറിസമാണ്. ഞാൻ ഈ വണ്ടിപ്പുറത്ത് കയറി നടക്കുമ്പോൾ മുഴുവനും കൈവിശാനാ ഇരുത്തിരിക്കണേ. പക്ഷെ ഞാൻ ഈ കുന്നൊക്കെ കണ്ടിരുന്നു പോകും. ഭയങ്കര രസമല്ലേ കാണാനായിട്ട്. അപ്പോ നമ്മുടെ ശബരിമല വരുന്ന തീർത്ഥാടകരെ 1-2 ദിവസം കൂടി ഇവിടെയൊക്കെ താമസിച്ച് ഇതൊക്കെ കണ്ടിട്ടൊന്ന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം? ഈ കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ, എന്തായിരിക്കും അവിടെ കച്ചവടം? ഹോട്ടൽ എന്തായിരിക്കും തിരക്ക്? അതിന് നമ്മുടെ നാട് വൃത്തിയാക്കണം, അതിന് നമ്മുടെ പുഴകൾ വൃത്തിയാക്കണം, അതിന് പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കണം. അവസാനമായിട്ട് തൊഴിൽ തരാം. ഇയാൾ പഠിക്കണം. എന്തിന്? 10 ഓ 10. അപ്പൊ ഞാൻ MB ആയിരിക്കുമ്പോ തന്നെ ഇയാൾ ഡിഗ്രി എടുക്കുമല്ലോ. അപ്പൊ ചെയ്യാൻ പോണെന്നറിയാ KJ? കണ്ടിട്ട് ഞാൻ തോന്നിപ്പോയി. അപ്പൊ നോക്കിക്കേ, എന്താ ചെയ്യാൻ? ഇയാൾ അവസാന വർഷം പഠിക്കുമ്പോ BCom ആണെന്നിരിക്കട്ടെ, അവസാന വർഷമാകുമ്പോ ഞാൻ ചോദിക്കും എന്ത് തൊഴിൽ വേണം? അക്കൗണ്ടൻസി. അപ്പൊ നമ്മള് വലിയ കമ്പനികളിലെ KPMG, പിന്നെ ഏൺസ്റ്റ് ആൻഡ് യങ്, അവരോട് ചോദിക്കും അടുത്ത വർഷം എത്ര പേര് നിങ്ങൾ ജോലിക്കെടുക്കും? 10,000 പേര്. എന്റെ പത്തനംതിട്ടയിൽ 1000 BComകാരുണ്ട്. അവർ 1000 തൊഴിൽ നമുക്ക് തന്നെ എന്ന് MB ഒക്കെ പറഞ്ഞാൽ കിട്ടുമെന്ന്. 1000 പേരുടെ തൊഴിൽ ലിസ്റ്റ് നിങ്ങളുടെയൊക്കെ വീടുകളിൽ പുറത്തയച്ചിട്ടില്ലേ? അതുപോലെ കണ്ടെത്തും. എന്നിട്ട് ഇയാളോടൊന്ന് പറയുന്ന അറിയാം, ഏൺസ്റ്റ് ആൻഡ് യങ് 50,000 രൂപ ശമ്പളം, പക്ഷേ ഈ പ്രോഗ്രാം പഠിക്കണം. അപ്പൊ താൻ BCom പഠിക്കുമ്പോ ഈ പ്രോഗ്രാം അവസാന വർഷം പഠിക്കും. അപ്പോ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ജോബ് പ്ലേസ്മെന്റ്. ഞാൻ പറയണത് നടക്കോ ഇല്ലെന്ന് അറിയണമെങ്കിൽ ആ മരിയൻ കോളേജിൽ പോയി നോക്ക്. അവിടുത്തെ BCom കുട്ടികൾക്കൊക്കെ ജോലി കിട്ടുന്നില്ലേ? എല്ലാവർക്കും കിട്ടും. ഏത് കോളേജിലും ചെയ്യാന്ന്. ഇതൊക്കെ ചെയ്യിക്കാൻ ഒരാളുണ്ടെങ്കിൽ നടക്കുക, ചെയ്യാന്നാ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി. വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ. നമ്മുടെ റബ്ബറിന്റെ സംരക്ഷണം. ഞാൻ ഈ പന്നിയെ വിട്ടുകളയും കേട്ടോ. പന്നീനെ നമ്മള് വെടിവെച്ചു കൊല്ല എന്നുള്ളതാണ്. തിന്നാൻ വേണ്ടി, പന്നിയെ തിന്നു തീർക്കാനേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി വാദിക്കും കേട്ടോ. വിദേശത്തൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ ശല്യകാരികളെ വെടിവെച്ചു കൊല്ലാന്, കൃഷിക്കാർക്കാണ്. ആ കോൺഗ്രസ്സാണ് ഈ നിയമം കൊണ്ടുവന്നത്. കൃഷിക്കാരന് സ്വയം രക്ഷയ്ക്ക് പന്നിയെയും മറ്റ് മൃഗങ്ങളെയും തൊടാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. അപ്പൊ ആ നിയമത്തിന് ഭേദഗതി വേണം. ഇതെല്ലാം കൂടി ചേരുന്നതാണ് 5 വർഷം ചെയ്യാൻ പോണ പരിപാടി. ഇവിടെ ഇപ്പൊ ധാരണ എന്താണെന്ന് അറിയാം? MB എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഇങ്ങനെ പണിയും ചുമലൊന്നും ഇല്ല, കുറച്ച് ഹൈമാസ് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഗതി ഗംഭീരമായി എന്ന് ധരിച്ചിരിക്കുന്ന നമ്മളും. ഞാൻ ഇങ്ങനത്തെ ആദ്യത്തെ സ്വീകരണ യോഗത്തിൽ മുഖാമുഖം നടത്തിയിരുന്നില്ല. അപ്പൊ ആദ്യത്തെ യോഗത്തിൽ ആള് സാറേ എത്ര പ്രാവശ്യം പറഞ്ഞതറിയാം MBയോട് ഹൈമാസ് ലൈറ്റ് വേണം, തന്നില്ല. സാറ് തരുമോ? അപ്പൊ ഈ പാവത്തിന്റെ ധാരണ MB എന്ന് പറഞ്ഞാൽ ഹൈമാസ് ലൈറ്റ് ഇട്ട് കൊടുക്കേണ്ട ഒരാളാണെന്നുള്ളത്. ഇതൊക്കെ ചെയ്യാൻ പോകുന്നു. ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല കേട്ടോ. ഇവിടുത്തെ MLA-മാരുമായിട്ട് ചേർന്ന് നിന്ന് ചെയ്യാൻ പോകുന്നത്. 7 MLA-മാരും LDF-ന്റേതാണ്. അതാണ് ടീം പത്തനംതിട്ട. MBയും 7 MLA-മാരും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യും. അതിനൊരവസരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വോട്ടുകൾ അരിവാ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.